ഇതേ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് അസംബിൾ ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ 2.1 ഒരു കുഞ്ഞൻ ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൽ നമുക്ക് എങ്ങനെ പെട്ടെന്നൊന്ന് ഫുൾ അസംബിൾ ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ പാക്കിൽ വന്നിരിക്കുന്നത് അതിൻ്റെ നോബ്, ബോർഡേഴ്സും, പിന്നെ മെയിൻ സോക്കറ്റും, പിന്നെ കണക്ട് ചെയ്യാനുള്ള ടൂൾ, മറ്റ് സാധനങ്ങളാണ്. പിന്നെ നിൽക്കുന്നത് 2 ലൈറ്റുകളാണ്. ഒരു ഗ്ലാസ് ടൈപ്പാണ്. പിന്നെ ഇതാണ് ബോർഡ്. നമുക്ക് ഫ്രണ്ടും ബാക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് ഫുള്ളൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഇതിനകത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ട് സ്ക്രീനൊന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ 4 ഭാഗത്തും നല്ല സ്ട്രോങ്ങായിട്ട് തന്നെ ഡിസ്പോസായിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മുക്കാൻ പോകുന്ന പാനൽ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ 4 ഭാഗത്തും ഇതേ മോഡലായിട്ട് ഫുള്ള് സ്ക്രൂ ചെയ്തെടുക്കാം. 4 ഭാഗത്തും നമ്മൾ നല്ല സ്ക്രൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ മേലുള്ള കായെ പാനൽ വെക്കാൻ പോകും. ശേഷം നമ്മൾ ഇതിൻ്റെ ബോഡീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന് നോബ് ഇട്ട് കൊടുക്കാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ എല്ലാ കൺട്രോളുകളും ഫുൾ ലോയിലിട്ട് വെക്കുക. എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ കറക്റ്റ് അതിനനുസരിച്ച് അതേ ലോയിലെ അരമാർക്ക് അനുസരിച്ചിടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും കറക്റ്റ് എല്ലാ രീതിയിൽ ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫയലൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് വർക്ക് പിടിച്ച് നോക്കണം. അതിന് കുറച്ച് ഡീറ്റെയിൽ പറയാം. അതിൽ 5 നോഡ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് വോളിയം സ്റ്റാൻഡ്, അതിൽ തന്നെയാണ് പവർ സ്വിച്ച് വരുന്നത്. അതിനുശേഷം വരുന്നത് ഗ്ലാസിൻ്റെ ആണ്. അത് അയച്ചാണ് ലെഫ്റ്റാണിൻ്റെ ബാക്കി ഉള്ളത്. അത് വരുന്നത് റെഡിയാൻ പോകുന്നത്. എന്നിട്ട് ലാസ്റ്റ് വരുന്ന 2 നോബാണ്. സബിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ വോളിയം കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യാൻ കഴിയും. പോയ സമയം നമ്മൾ ബോർഡിൻ്റെ അടിഭാഗത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇത് നമുക്ക് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് 9 ആംപിയറിൻ്റെ പവർ സപ്ലൈ കൊടുക്കാനാണ്. ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 19 വാട്ട്സിൻ്റെ 9 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 12-0-12ൻ്റെ ട്രാൻസ്ഫോമർ വെച്ചിട്ടും കൊടുക്കാം. അതിനുവേണ്ടിയാണ് ഈ പാക്കിൽ തന്നെ ഒരു ഫീമെയിൽ സോക്കറ്റ് ഉള്ളത്. പൈസ അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കാണാം. പൈസ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ സിസ്റ്റം ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഫുള്ളാണ്. ൈസപ്പിൻ്റെ വർക്കിംഗ് ഉണ്ടല്ലോ, അടിപൊളി ക്ലാരിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്പീക്കർ, നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറിൽ ഉണ്ടെങ്കിൽ നല്ല മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ വില വന്നത് 1250 ഞാനിത് വാങ്ങിയത് കൊയിലാണ്ടി ഒരു ഷോപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലും ലഭിക്കും. അതിൻ്റെത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇത് അടിപൊളി സാധനമാണ്. ഇത് നമുക്ക് ഈ കൈ കൊള്ളുന്ന സാധനങ്ങൾ അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ അടിപൊളി സാധനമാണ്. നമുക്ക് പുകലിട്ട് കൊണ്ടുപോകാം, ഏടാണെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ ഇതിൻ്റെ അപ്പുറം ഒരു അഡാപ്റ്റർ വേണമെന്നേ ഉള്ളൂ. 12 വോൾട്ടായാലും 24 വോൾട്ടായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ചെറിയ 12-0-12ൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. അതിനാണ് നമുക്ക് ഇതിൽ കണ്ട ഒരു ഫീമെയിൽ സോക്കറ്റ് ഉള്ളത്. അത് വെച്ച് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്കിതിൽ USB കൊടുക്കാം. USB പോർട്ട് നമ്മൾ സോൾഡർ ചെയ്തെടുക്കണം. അത് ഇതിലിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഒരു ഓക്സ് കേബിൾ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.